വെൽക്കം ടു ആംഗിൾ ക്ലാസ്സസ്. നമ്മളിന്ന് റേഷ്യോ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും ബോർഡ് കാണാം അല്ലേ, ബൈ 2 get 1 ഫ്രീ ഓർ ബൈ 3 get 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതായത് നമ്മൾ 2 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് 1 ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 എണ്ണം വാങ്ങിയാലോ നമുക്ക് 2 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ വരുന്നത് ക്വാണ്ടിറ്റീസിൻ്റെ കമ്പാരിസൺ ആണ് വരുന്നത്. ഈ ക്വാണ്ടിറ്റീസിൻ്റെ കമ്പാരിസനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ റേഷ്യോ ഈസ് എ കമ്പാരിസൺ ഓഫ് 2 ക്വാണ്ടിറ്റീസ്. 2 ക്വാണ്ടിറ്റീസിൻ്റെ കമ്പാരിസനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ ഈസ് എ കമ്പാരിസൺ ഓഫ് 2 ക്വാണ്ടിറ്റീസ്. ദ റേഷ്യോ ഈസ് യൂസ് ടു എക്സ്പ്രസ് ദ റിലേറ്റീവ് സൈസ് ഓഫ് 2 ഓർ മോർ വാല്യൂസ്. 2 അതിലധികമോ വാല്യൂസിൻ്റെ റിലേറ്റീവ് സൈസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ റേഷ്യോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് A:B ഓർ A/B. ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ബൈ 2 get 1 ഫ്രീയിൽ ഇതിനെ നമ്മൾ റേഷ്യോ ആക്കി എഴുതുമ്പോൾ 2:1 എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. 2 എണ്ണം വാങ്ങിയാൽ 1 ഫ്രീ. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം വാങ്ങിയാൽ നമുക്ക് 2 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 4:2. ഓക്കെ, അപ്പം ദ റേഷ്യോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് A:B. ഇതിനെ നമ്മൾ A:B എന്നാണ് വായിക്കുക, ഓർ A/B എന്ന് നമുക്ക് എഴുതാം. 2:1 എനിക്ക് 2/1 എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഒരു ബോക്സ്, ഈ ബോക്സിനെ 4 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഡിവൈഡ് ചെയ്തതിൽ ഇതിൽ ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. ഇത് ഷെയ്ഡഡ് റീജിയൻ ആണ്. ഇത് ഷെയ്ഡഡ് റീജിയൻ, 3 അൺഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ, അൺഷെയ്ഡഡ് റീജിയനും ഷെയ്ഡഡ് റീജിയൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3 എണ്ണമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാത്തത്. സോ 3:1 ആണ് ഇവിടുത്തെ റേഷ്യോ. 3 എണ്ണം അൺഷെയ്ഡഡും 1 ഷെയ്ഡഡും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ ബോക്സിനെ ഞാൻ 8 പീസായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 8 പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷെയ്ഡ് ചെയ്യാത്ത റീജിയൻ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6. 6 ആണ് അൺഷെയ്ഡഡ് റീജിയൻ ആൻഡ് 2 ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ 6:2 ആണ് ഇവിടുത്തെ റേഷ്യോ വരുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. ഇവിടെ കുറച്ച് ആപ്പിൾസ് ആൻഡ് ലെമൺസിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആപ്പിൾസ് ടു ദ ലെമൺ? ആപ്പിൾസ് ടു ദ ലെമണിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. സോ ആപ്പിൾസ് ടു ദ ലെമണിൻ്റെ റേഷ്യോ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആപ്പിൾസ് ടു ദ ലെമൺ? ഇവിടെ ആപ്പിൾസ് എത്രയുണ്ട്? 1, 2, 3. ഇപ്പം 3:lemon 1, 2, 3, 4. 3:4 എന്ന് വരും റേഷ്യോ ഓഫ് ആപ്പിൾസ് ടു ദ ലെമൺ. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലെമൺസ് ടു ദ ആപ്പിൾ? ലെമൺസ് ടു ആപ്പിൾ ആണെങ്കിൽ ലെമൺ 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ അത് 4:, ആപ്പിൾ ആണെങ്കിൽ 1, 2, 3, 4:3. ഓക്കെ, ആപ്പിൾസ് ടു ദ ലെമൺ ആകുമ്പോൾ 3:4. ലെമൺസ് ടു ആപ്പിൾസ് ആകുമ്പോൾ 4:3. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആപ്പിൾസ് ടു ടോട്ടൽ ഫ്രൂട്ട്? ഇവിടെ ടോട്ടൽ എത്ര ഫ്രൂട്ട് ഉണ്ട്? 3 ആപ്പിൾസ് ഉണ്ട്, 4 ലെമൺ. ഇപ്പോൾ 3 + 4 ടോട്ടൽ 7 ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആപ്പിൾസ് ടു ദ ടോട്ടൽ ഫ്രൂട്ട്? ആപ്പിൾസ് 3 ആണുള്ളത്, ടോട്ടൽ ഫ്രൂട്ട് 7. അപ്പോൾ 3:7 ആണ് ഇവിടുത്തെ റേഷ്യോ വരിക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലെമൺസ് ടു ടോട്ടൽ ഫ്രൂട്ട്? ലെമൺ ടോട്ടൽ ഫ്രൂട്ടായിട്ടുള്ള റേഷ്യോ, ലെമൺ എത്രയുണ്ട്? 4 ഉണ്ട്. സോ 4:, ടോട്ടൽ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ 7, 4:7. ഓക്കെ, ആപ്പിൾസ് ടു ലെമൺ ആയതുകൊണ്ട് 3:4. ലെമൺസ് ടു ആപ്പിൾ ആകുമ്പോൾ 4:3. ആപ്പിൾസ് ടു ടോട്ടൽ, ആപ്പിൾസ് 3 ആണ്, സോ 3 എന്ന് എഴുതി. ആൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 7 ആണ്, സോ 3:7. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലെമൺ ടു ടോട്ടൽ ഫ്രൂട്ട്? ലെമൺ 4 എണ്ണുണ്ട്, സോ 4:, ടോട്ടൽ നമ്പർ 7 ആയതുകൊണ്ട് 4:7. ഓക്കെ, നെക്സ്റ്റ്, ratios and fractions. The ratios to a fractions is the conversion of the ratio to the simplified fraction form. അതായത് നമ്മൾ റേഷ്യോനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 1:2 എന്ന് പറഞ്ഞിട്ടൊരു റേഷ്യോ തന്നു. 1:2 എന്ന് പറയുന്ന റേഷ്യോ, ഇതിനെ നമ്മൾ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം സിംപ്ലി 1/2 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു A:B എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമുക്ക് A/B എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ 1:2 നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 1/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. 1:3. 1:3 ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെ എഴുതാം? 1/3. ഓക്കെ, നമ്മളിത് മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ടാട്ടോ എഴുതുക. 1/3 ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനില്ല. ഇതാണ് ഇതിൻ്റെ
മാക്സിമം സിംപ്ലിഫിക്കേഷൻ. അടുത്ത നോക്ക് 20:30. 20:30 നമ്മൾ എങ്ങനെ എഴുതും? 20/30. 20/30. പക്ഷെ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ സീറോസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 2/3 എന്ന് കിട്ടും. സോ ഇതിനെ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ ഈ ഫ്രാക്ഷൻസിനെ മാറ്റണം. അടുത്ത എക്സാമ്പിൾ നോക്കാം. 12:36. 12:36 നമ്മൾ ഫ്രാക്ഷൻസിലേക്ക് മാറ്റുമ്പോൾ 12/36 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്യാം. 12 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1, ഇവിടെ 3 വരും. സോ 1/3. അപ്പോൾ 12:36 എന്ന് പറഞ്ഞ റേഷ്യോനെ നമ്മൾ ഫ്രാക്ഷൻസിലേക്ക് മാറ്റുമ്പോൾ 1/3 വന്നു. അടുത്തത് 44:64. 44:64 എന്ന് പറയുമ്പോൾ 44/64. ഓക്കെ, ഇതിനെ നമുക്ക് 4 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 11 വരും, ഇവിടെ 16 വരും. ദറ്റ് ഈസ് 11/16. ഇനി ഇത് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ 11/16 ആണ് 44:64 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 100:200. 100:200 ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 200. 100 ഡിവൈഡഡ് ബൈ 200 വരുമ്പോൾ നമ്മൾ സീറോസ് ക്യാൻസലായി. സോ 1/2 വരും. 100:200 എന്ന് പറയുന്ന റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. അടുത്തത് 144:120. 144:120 144 ഡിവൈഡഡ് ബൈ 120. ഓക്കെ, നമുക്കിത് ഷോർട്ട് ചെയ്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റണം. സോ 144 ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 72 കിട്ടും. 120 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടും. ദെൻ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 കിട്ടും. ഇത് 30 കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും 36 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 12 കിട്ടും. 10 കിട്ടും. അഗെയിൻ ഇത് വേണമെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6/5 എന്ന് കിട്ടും. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. മാക്സിമം 6/5 വരെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. 144 2 വെച്ച് കട്ട് ചെയ്തു 72/60. അഗെയിൻ 2 വെച്ച് കട്ട് ചെയ്തു 36/30. ദെൻ 3 വെച്ച് കട്ട് ചെയ്തപ്പം 12/10 ആയി. അത് 2 വെച്ച് കട്ട് ചെയ്തപ്പോൾ 6/5 ആയി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ. ഇഫ് 2a = 5b then a is to b. 2a = 5b ആണെങ്കിൽ a is to b എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കിവിടെ ഇതിനെ ഫ്രാക്ഷൻ a is to b എന്ന് പറഞ്ഞാൽ നമുക്ക് a/b കണ്ടാൽ മതി അല്ലേ. അപ്പോൾ a/b കാണാൻ വേണ്ടിയിട്ട് 2a/b എടുത്തു. ഓക്കെ, 2a = 5bയിലെ ഈ ബിനെ ഞാൻ ഈക്വലിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈക്വൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, 5 × b ആണ്. സോ അത് ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ b എന്നാകും. അപ്പോൾ 2a/b = 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്? 2a/bയിൽ 2 നമുക്ക് a/b ആണല്ലോ കിട്ടേണ്ടത്. a/b = ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ a/bയിൽ 2 × a 2 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. സോ a/b = 5/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ a/b = 5/2. സോ a is to b എന്ന് പറഞ്ഞാൽ 5:2. ഓക്കെ, ഇനി അടുത്ത് ഷെയ്ഡഡ് ഏരിയ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇനി ഷെയ്ഡഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സിൻ്റെ ഏരിയാസ് എങ്ങനെ നമുക്ക് കാണാൻ നോക്കാം, റേഷ്യോസ് എങ്ങനെ കാണാൻ നോക്കാം. ഷെയ്ഡഡ് ഏരിയ ഇസ് ടു അൺഷെയ്ഡഡ് ഏരിയാസ്. ഇവിടെ ടോട്ടൽ 1 2 3 4 5 6 7 8. ഈ സർക്കിളിനെ 8 ആയിട്ട് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഷെയ്ഡഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഷെയ്ഡഡ് ഏരിയാസ് വരുന്നത് 3 പീസാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടത്. അൺഷെയ്ഡഡ് ആയിട്ടുള്ളത് 5 എണ്ണം. ഓക്കെ, ദെൻ ഷെയ്ഡഡ് ഏരിയ ഈസ് ടു അൺഷെയ്ഡഡ് ഏരിയ. ഷെയ്ഡഡ് ഏരിയ ഈസ് ടു അൺഷെയ്ഡഡ് ഏരിയ ആണ്. ഷെയ്ഡഡ് ഏരിയ 3 ആണ്. സോ 3:5 എന്ന് വരും റേഷ്യോ. ഷെയ്ഡഡ് ഏരിയ ഈസ് ടു അൺഷെയ്ഡഡ് ഏരിയ. ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഇവിടെ 8 ആണ്. ടോട്ടൽ 8 പാർട്ടായിട്ടാണ് നമ്മളിത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷെയ്ഡഡ് ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ എന്താ? ഷെയ്ഡഡ് ഏരിയ 3 ആണ്, ടോട്ടൽ ഏരിയ 8 ആണ്. അപ്പോൾ 3:8 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് അൺഷെയ്ഡഡ് ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ. അൺഷെയ്ഡഡ് ഏരിയാസ് ഇവിടെ നമ്മൾ എഴുതി 5 ആണെന്ന്, ടോട്ടൽ ഏരിയ 8 ആണ്. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 5:8 എന്ന് വരും.
ഓക്കെ, അതായത് സർക്കിളിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തതാണ്, ബാക്കി 5 പാർട്സ് അൺഷെയ്ഡഡ് ആണ്. സോ ഷെയ്ഡഡ് ഏരിയ ഈസ് ടു അൺഷെയ്ഡഡ് ഏരിയ, ഷെയ്ഡഡ് ഏരിയൻ്റെയും അൺഷെയ്ഡഡ് ഏരിയൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:5 വരും. 3 പാർട്സ് ഷെയ്ഡഡ് ആണ്, 5 പാർട്സ് അൺഷെയ്ഡഡ് ആണ്. ദെൻ ഷെയ്ഡഡ് ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ ആണെങ്കിൽ ഷെയ്ഡഡ് ഏരിയ 3 ആണ്, ടോട്ടൽ ഏരിയ 8 ആണ്. സോ 3:8 ആണ് അതിൻ്റെ റേഷ്യോ വരിക. ദെൻ അൺഷെയ്ഡഡ് ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ, അൺഷെയ്ഡഡ് ഏരിയ എന്ന് പറയുമ്പോൾ 5 ആണ്, 5 പാർട്സ് അവിടെ അൺഷെയ്ഡഡ് ആണ്, ടോട്ടൽ ഏരിയ 8 ആണ്. സോ 5:8 എന്ന് വരും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കൂ, 1 2 3 4 5 6 7 8 9 ഈ ഒരു സ്ക്വയറിനെ 9 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ഇവിടുത്തെ പാർട്സ് എന്ന് പറയുന്നത് 9 ആണ്. ഇനി ഇതിൽ ഷെയ്ഡഡ് എത്ര ഉണ്ട് നോക്കാം. ഷെയ്ഡഡ് 1 2 3 4 4 ഷെയ്ഡഡ് ആണ്. അൺഷെയ്ഡഡ് 1 2 3 4 5 5 അൺഷെയ്ഡഡും. ഓക്കെ, ഇനി ഷെയ്ഡഡ് ഏരിയ ഈസ് ടു അൺഷെയ്ഡഡ് ഏരിയ നമുക്ക് റേഷ്യോ കാണാം. ഷെയ്ഡഡ് ഏരിയയും അൺഷെയ്ഡഡ് ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ്. ഷെയ്ഡഡ് ഏരിയ 4 ആണ്, അൺഷെയ്ഡഡ് ഏരിയ 5 ആണ്. സോ അതിൻ്റെ റേഷ്യോ 4:5. ദെൻ ഷെയ്ഡഡ് ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ, ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് 4 ആണ്, ടോട്ടൽ ഏരിയ 9 ആണ്. സോ റേഷ്യോ 4:9 വരും. ദെൻ അൺഷെയ്ഡഡ് ഏരിയ ഈസ് ടു ടോട്ടൽ ഏരിയ, അൺഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് 5 ആണ്, ടോട്ടൽ ഏരിയ 9 ആണ്. സോ 5:9 ആണ് ഇതിൻ്റെ റേഷ്യോ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റേഷ്യോസും പിന്നെ റേഷ്യോസിനെ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വർക്ക്ഷീറ്റ് മസ്റ്റായിട്ടും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.